ശപിക്കപ്പെട്ടൊരു നിമിഷത്തിലെ അശ്രദ്ധയുടെ ഇരയായി പനയൂർ ദുബായ്പടി സ്വദേശി ദാസൻ. വാണിയംകുളത്ത് വെച്ചുണ്ടായ അപകടത്തിൽ പരിക്കേറ്റ് 3 മാസത്തിലേറെയായി ചികിത്സയിൽ കഴിയുന്ന ദാസൻ ഇപ്പോഴും പരസഹായമില്ലാതെ ഒന്നും ചെയ്യാനാകില്ല. ഇടിച്ച കാർ നിർത്താതെ പോയതുകൊണ്ട് ഇൻഷുറൻസ് പരിരക്ഷ പോലും അന്യമായി. ദാസന് ഇനിയും ജീവിക്കണം, പരസഹായമില്ലാതെ. അതിനായി കനിവ് കാണിച്ച് ദാസനെ ഇടിച്ചു തെറിപ്പിച്ച് കടന്നുകളഞ്ഞ ആ കാർ ഓടിച്ചിരുന്നയാളുടെ നല്ല മനസ്സുകൂടി വേണം. കൂലിപ്പണിക്കാരനായ പനയൂർ ദുബായ്പടി മരോട്ടിക്കൽ ദാസന് ഫെബ്രുവരി 16 രാത്രി മുതൽ തുടങ്ങിയതാണ് ഈ ദുരിതം. വാണിയംകുളം നഗരത്തിലെ ഹോട്ടലിൽ നിന്ന് ഭക്ഷണം കഴിച്ചിറങ്ങിയതാണ് ദാസൻ. PK ദാസ് ആശുപത്രിയുടെ മുൻഭാഗത്തു നിന്ന് റോഡ് മുറിച്ചു കിടക്കുന്നതിനിടെ ഒറ്റപ്പാലം ഭാഗത്തു നിന്ന് വരികയായിരുന്ന കാർ ഇടിച്ചു തെറിപ്പിക്കുകയായിരുന്നു. പിന്നെ തൃശ്ശൂർ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ വെച്ചാണ് ഓർമ്മ തിരികെ ലഭിച്ചത്. ആദ്യം വാണിയംകുളം PK ദാസ് ആശുപത്രിയിലും തുടർന്ന് താലൂക്ക് ആശുപത്രിയിലും എത്തിച്ചെങ്കിലും പരിക്ക് ഗുരുതരമായതിനാൽ തൃശ്ശൂർ മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് മാറ്റുകയായിരുന്നു. വാരിയെല്ലിനും ഒരു കാലിൻ്റെ 2 ഭാഗങ്ങളിൽ എല്ലിനും ക്ഷതമേറ്റു. വയറിന് ശസ്ത്രക്രിയ വേണ്ടി വന്നു. 2 മാസത്തെ ചികിത്സയ്ക്ക് ശേഷം ഇപ്പോൾ വീട്ടിലാണ്. പരസഹായം കൂടാതെ കിടക്കയിൽ നിന്ന് എഴുന്നേൽക്കാനാകില്ല. ഭാര്യയും വിദ്യാർത്ഥികളായ 2 മക്കളുമുണ്ട്. ഭാര്യ അനിത കൂലിപ്പണിയെടുത്താണ് ഇപ്പോൾ ജീവിതം തള്ളി നീക്കുന്നത്. 2 ലക്ഷത്തോളം രൂപ ഇതുവരെ ചികിത്സയ്ക്കായി ചെലവഴിച്ചു. ഇനിയും ഭാരിച്ച തുക വേണം. കഴിഞ്ഞ ആഴ്ച തുടർ ചികിത്സയ്ക്ക് പോകേണ്ടിയിരുന്നെങ്കിലും പണമില്ലാത്തതിനാൽ പോകാനായില്ല. ചുവപ്പ് കാറാണ് ഇടിച്ചതെന്ന് ദാസൻ ഓർമ്മയുണ്ട്. ഇടിച്ചു തെറിപ്പിച്ച ശേഷം വാഹനം കുറച്ചപ്പുറത്ത് നിർത്തിയതായും ദാസൻ ഓർത്തെടുക്കുന്നു. ഇടിച്ച വാഹനം അറിഞ്ഞാൽ മാത്രമേ ഇൻഷുറൻസ് തുക ലഭിക്കുകയുള്ളൂ. അതുകൊണ്ട് തന്നെ കാറുടമ നല്ല മനസ്സു കാണിച്ച് തൻ്റെ കുടുംബത്തെ രക്ഷിക്കണമെന്നാണ് ദാസന്റെ അഭ്യർത്ഥന. ഇങ്ങനെ വാഹനങ്ങളും വെച്ചിട്ട് ഗ്യാസിന്റെ മുമ്പിൽ വെച്ചിട്ട് വണ്ടി കാർ ഇടിച്ച് ചോർന്ന വണ്ടിയായിരുന്നു. രാത്രി 11 മണിയായിട്ടുണ്ടാവും. ഇടിച്ച് കപ്പിച്ച് അവർ പോയിട്ട് അവർ കുറച്ചപ്പുറത്ത് വണ്ടിയൊക്കെ നിർത്തി 4 പേർ ഇറങ്ങി നോക്കിയിട്ടാണ് അവർ പോയത്. പിന്നീടൊരു അന്വേഷണം ഒന്നും കിട്ടിയിട്ടില്ല. നല്ല മനസാക്ഷിയുള്ള ആൾക്കാരാണെങ്കിൽ അന്വേഷിച്ചുകൊണ്ടിന്ന് ചിലവിനെല്ലാം തരാൻ പറ്റിയെങ്കിൽ തരിക. ഒരാൾ നോക്കാനില്ല, ആരും സഹായിക്കാനില്ല, അച്ഛനില്ല, അമ്മയില്ല. ഒരാളെ സഹായം എപ്പോഴും വേണം. എത്ര രൂപയോളം? ഒരു 3 ലക്ഷം രൂപ ചിലവായിട്ടുണ്ടാവും. ഒരുപാട് പൈസ ചിലവ് വരുന്ന പറഞ്ഞത്. ദാസന്റെ വീടുപണിയും പാതി വഴിയിലാണ്. ചികിത്സ തന്നെ മുന്നോട്ട് കൊണ്ടുപോകാൻ നാട്ടുകാരുടെ സഹായം ആവശ്യമാണ്. തന്റെ ദുരവസ്ഥ കാണിച്ച് മുഖ്യമന്ത്രിക്കും ആരോഗ്യമന്ത്രിക്കും നിവേദനം നൽകാൻ ഒരുങ്ങുകയാണ് ദാസൻ. ന്യൂസ് ബ്യൂറോ, ഒറ്റപ്പാലം.